വിശദമായ വാർത്തകളിലേക്ക്. ആർജെഡി നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ജോലിക്ക് പകരം ഭൂമി കോഴക്കേസിലാണ് ചോദ്യം ചെയ്യൽ. തേജസ്വി യാദവിനോടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബീഹാറിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇഡി നടപടി. എൻഡിഎയിലെത്തിയ നിതീഷിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ബീഹാറിൽ 9 കോൺഗ്രസ് എംഎൽഎമാരുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, നിതീഷ് കുമാർ വിട്ടതോടുകൂടി ലാലു പ്രസാദിന് നേരെയുള്ള കുരുക്ക് അത് ഇടി മുറുക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതേസമയം തന്നെ മറ്റനവധി വിഷയങ്ങൾ കൂടിയുണ്ട്. ഈ കോൺഗ്രസിലെ 9 എംഎൽഎമാർ എവിടെയെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം ഈ ന്യായയാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? ആര്യ, ബീഹാറിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെ ആർജെഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെതിരെ ഇഡി നീക്കം കടുപ്പിക്കുകയാണ്. ഇഡി ഇന്ന് ചോദ്യം ചെയ്യാൻ പാറ്റ്നയിലെ ഓഫീസിൽ എത്താൻ ഇഡി ഉദ്യോഗസ്ഥർ ലാലു പ്രസാദ് യാദവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 11 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അല്ലാത്തപക്ഷം ഇഡി ഉദ്യോഗസ്ഥർ ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥരുടെ സംഘം ചോദ്യം ചെയ്യലിന് വേണ്ടി പാറ്റ്നയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി എത്തുകയും ചെയ്തു. ജോലിക്ക് പകരം ഭൂമി കോഴക്കേസിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുക. ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലയളവിൽ 2004-2009 കാലയളവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഈ ജോലി ലഭിച്ച ഡി ഗ്രൂപ്പ്, റെയിൽവേയിൽ ഡി ഗ്രൂപ്പിലേക്ക് ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ ഭൂമി ലാലു പ്രസാദ് യാദവിന്റെ ബന്ധുവിന്റെ ഒരു കമ്പനിക്ക് കുറഞ്ഞ വിലയ്ക്ക് നൽകി എന്നാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം CBI എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇഡി പറയുന്നത്. PMLA ആക്ടുകളും ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ ഹാജരാകാനാണ് തേജസ്വി യാദവിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെതിരെ ഇഡി നീക്കം കടുപ്പിക്കുകയാണ്. ഏതായാലും അതിനിടയിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ, അതായത് ബീഹാറിലെ നിർണായകമായ രാഷ്ട്രീയ നീക്കം എതിർചേരിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മലക്കം മറിച്ചിലിന് പിന്നാലെ നിതീഷ് കുമാറിനെതിരെ പ്രതിപക്ഷ ചേരിയിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത്. നിതീഷ് കുമാർ വഞ്ചിച്ചു എന്നാണ് ജയറാം രമേശ് പറയുന്നത്. നിതീഷ് കുമാർ ചതിയൻ എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പറയുന്നു. ഇന്ത്യ മുന്നണിക്കായി നിതീഷ് ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്തില്ല എന്നാണ് DMK MP TR ബാലുവിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബീഹാറിൽ കഴിഞ്ഞ ദിവസം മുതൽ ഈ 9 കോൺഗ്രസ് MLA-മാരെ കാണാനില്ലായിരുന്നു. അവരുമായി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. നിയമസഭാ കക്ഷിയോഗം വിളിച്ച് അവരുമായി ചർച്ച നടത്താൻ വേണ്ടി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഉൾപ്പെടെ ഈ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന വിവരങ്ങളും ഇപ്പോഴും പുറത്തുവരികയാണ്. അത് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ നിതീഷ് കുമാർ NDA സഖ്യത്തിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിലാണ് ഈ ഭാരത് ജോഡോ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബംഗാളിൽ നിന്നാണ് ഈ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കത്തിന് നിതീഷ് NDA സഖ്യം ഇപ്പോൾ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ BJPക്ക് 6 സീറ്റുകളായിരുന്നു ബീഹാറിൽ നേടിയത് എങ്കിൽ ഇത്തവണ JDUവുമായി സഖ്യം ചേരുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJP കണക്കുകൂട്ടലുള്ളത്. ഒരു വലിയ സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഒരു വലിയ സംസ്ഥാനത്തെ കൂടെ ഒപ്പം ചേർത്ത് നിർത്താൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം BJPക്കുണ്ട്. ഒപ്പം ഈ OBC വിഭാഗത്തിൽ നിന്ന് ഈ ജാതി സെൻസസ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന NDAയിലെ പ്രമുഖനായ ഒരു നേതാവിനെ കൂടെ ചേർക്കാൻ കഴിഞ്ഞു എന്നതും BJP ആത്മവിശ്വാസമായി തന്നെ കാണുകയാണ്. ഏതായാലും രാഷ്ട്രീയ കരുനീക്കങ്ങൾ ബീഹാറിൽ തുടരുകയാണ്. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സുവി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ വിമർശനം നിതീഷ് കുമാറിനെതിരെ വരുന്നു. ജയറാം രമേശിന്റെ പ്രതികരണത്തിലേക്ക്.
कोई तोड़ने की कोशिश नहीं हमने की। 23 तारीख को नीतीश कुमार जी ने बैठक बुलाई पटना में, 18 पार्टियां वहां मौजूद थी। बम्बई में बैठक हुई, बेंगलुरु में बैठक हुई, सभी बैठकों में नीतीश कुमार जी मौजूद थे। उन्होंने कोई संकेत नहीं दिया। पर बिहार में कई नेता मौसम वैज्ञानिक होते हैं। बिहार में कुछ ऐसे नेता हैं, आया कुमार, गया कुमार, जो गिरगिटों का को कड़ी मुकाबला देते हैं, वो कड़ी टक्कर देते हैं। पर यह अफसोस की बात है कि आखिरी वक्त पर उन्होंने हमारा हाथ छोड़ा। ये बिल्कुल विश्वासघात है। और बिहार की जनता उनको और उनको नचाने वाले जो बैठे हुए हैं, जो मुहूर्त ढूंढते हैं दिल्ली में बैठकर, 14 तारीख को जब भारत जोड़ो न्याय यात्रा निकाला गया मणिपुर से, उस दिन मिलिंद देवरा को उन्होंने भगा कर ले गया। आज जब हम बिहार में प्रवेश होने वाले हैं, कल नीतीश कुमार को उन्होंने भगवाया। तो ये सब सही वक्त पर बिहार की जनता, जागृत जनता, नीतीश कुमार जी और प्रधानमंत्री को जरूर जवाब देंगे। പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പരീക്ഷാ പേ ചർച്ച. രാവിലെ 11-ന് പ്രധാനമന്ത്രി കുട്ടികളെയും മാതാപിതാക്കളെയും അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പരിപാടി. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം 3000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും 2 വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും വീതം പ്രത്യേക അതിഥികളാകും. ചർച്ചയുടെ 7ാം പതിപ്പാണ് ഇന്ന് നടക്കുന്നത്. മാത്യു കുഴൽനാടനെതിരെ ഭൂമി കൈയേറ്റത്തിന് കേസെടുത്ത റവന്യൂ വകുപ്പ്. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് നോട്ടീസ് നൽകി. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകും. പ്രിൻസ്, വിശദാംശങ്ങൾ. ഭാര്യ മാത്യു കുഴൽനാടന്റെ ഉടമസ്ഥതയിൽ ചിന്നക്കനാലുള്ള ഭൂമി സംബന്ധിച്ചുള്ള വിവാദങ്ങളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. മാത്യു കുഴൽനാടനോട് ഹിയറിംഗിന് ഹാജരാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിയമപ്രകാരം മാത്യു കുഴൽനാടനെ കേസെടുത്തിരിക്കുന്നു. മാത്യു കുഴൽനാട് ഉടമസ്ഥയുള്ള ചിന്നക്കല റിസോർട്ട് സംബന്ധിച്ച് വിജിലൻസ് കേസെടുക്കുകയും തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവിടെ 50 സെന്റ് ഭൂമി അധികമായി കൈവശം വെച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയത്. തുടർന്ന് ഇത് റവന്യൂ വകുപ്പ് ശരിവെക്കുകയായിരുന്നു. ഇതേ തുടർന്ന് റവന്യൂ ഉടുമ്പൻചോല തഹസിൽദാർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഈ തുടർ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയും ഹിയറിംഗിനായി ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മാത്യു കുഴൽനാടന്റെ ഉടമസ്ഥതയിൽ ചിന്നക്കനാലിൽ 3 ആധാരങ്ങളിലായി 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് ഉള്ളത്. എന്നാൽ ഈ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതലായി 50 സെന്റോളം ഭൂമി ഉണ്ടെന്നാണ് റവന്യൂ വകുപ്പിന്റെയും വിജിലൻസിന്റെയും കണ്ടെത്തൽ. ഈ ആകെയുള്ള ഭൂമിയുടെ 2 ഭാഗങ്ങളിലായി 25 സെന്റോളം ഭൂമി വീതമുള്ള ആകെ 50 സെന്റ് ഭൂമി സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഹിയറിംഗിനായി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്. ഈ തുടർ നടപടികളുടെ ഭാഗമായിരിക്കും ഈ ഹിയറിംഗിന് ശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കുക അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഈ കേസിൽ ഈ സംഭവത്തിൽ താൻ ഭൂമി കയ്യേറിയിട്ടില്ല, അത്തരത്തിലുള്ള നടപടി ഇല്ല എന്ന് തന്നെ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു. അതായത് ഭൂമി സുഹൃത്തിന്റെ പക്കൽ നിന്നുമാണ് വാങ്ങിയത്. അന്ന് ഭൂമി അളവ് തിരിച്ചിരുന്നില്ല. ഭൂമിയുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് അടക്കം അന്ന് എടുക്കുകയും രജിസ്ട്രേഷൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഹൈറേഞ്ചിലെ ഭൂമിയുടെ കിടപ്പിന് ആനുപാതികമായി ചിലപ്പോൾ ഇരു ഭാഗങ്ങളിലുമൊക്കെയായി അധിക ഭൂമി ഉണ്ടായിരിക്കാമെന്ന അടക്കമുള്ള നിലപാടാണ് അന്ന് മാത്യു കുഴൽനാടൻ എടുത്തത്. ഒപ്പം ഈ പ്രദേശത്ത് അനാവശ്യ നിർമ്മാണങ്ങളോ നിർമ്മിതികളോ ഒന്നും നടത്തിയിട്ടില്ല എന്നും ഈ ഇതോടെയുള്ള കെട്ടിടത്തിനെ ബലപ്പെടുത്തുന്നതിനായി ഒരു മതിൽ നിർമ്മിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു. ആര്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി സന്ദീപും ചോദ്യം ചെയ്യലിനായി ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. എന്നാൽ ഇവർ ഹാജരാകില്ല എന്നാണ് ലഭ്യമാകുന്ന പുതിയ വിവരം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇത് നോട്ടീസ് നൽകിയ നടപടി പോലും വളരെ വൈകിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഓഫീസിലെത്തി ഈ നോട്ടീസ് കൈമാറിയത്. ഇന്ന് ഹാജരാകില്ല എന്ന വിവരങ്ങൾ വരുന്നു എന്നറിയുന്നു. നടപടികൾ വൈകിപ്പിക്കുക എന്നത് തന്നെ ആയിരിക്കുമോ ഉദ്ദേശം? തീർച്ചയായിട്ടും രേണുക, ഇതിനകത്ത് അതായത് ഈ സംഭവം നടന്ന ഡിസംബർ 15-നാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജനറൽ ജംഗ്ഷൻ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് വരുതിയിലാക്കിയിട്ടും, അതായത് ലോക്കൽ പോലീസ് അവരെ വരുതിയിലാക്കിയിട്ടും പിന്നീട് പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം നിർത്തി
അതിനകത്തു നിന്നാണ് അനിൽ കല്ലിയൂരും ഗൺമാനായ അനിൽ കല്ലിയൂരും ഒപ്പം തന്നെ സന്ദീപും മറ്റ് കണ്ടാൽ അറിയാവുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ 2 ചെറുപ്പക്കാരെ മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ ഇവരുടെ തലയ്ക്ക് പൊട്ടലേൽക്കുകയും ഒപ്പം തന്നെ അജയുടെ കൈ ഒടിയുകയും ചെയ്തിരുന്നു. ഈ തോമസിനും അജയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടും അത് നിയമം മറികടന്നുള്ള ആക്രമണമാണ് എന്നുള്ള രീതിയിൽ വലിയ വിമർശനം ഉയരുകയും ചെയ്തിട്ടും ഇവര് കേസുമായി പോലീസിനെ സമീപിച്ചപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസോ ജില്ലാ പോലീസ് മേധാവിയോ ആദ്യഘട്ടത്തിൽ തന്നെ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി മുഖാന്തരം കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ ചെറുപ്പക്കാരുടെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാൻ പോലും സൗത്ത് പോലീസ് തയ്യാറായത്. ഈ സംഭവം കേസെടുക്കാനുള്ള നിർദ്ദേശം വന്ന് അതിനുശേഷവും 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതികളായ ആളുകൾക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതിനായി നോട്ടീസ് നൽകിയത്. അതായത് ഇവരുടെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവർക്ക് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി തന്നെ നോട്ടീസ് നൽകുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് നോട്ടീസ് സ്വീകരിക്കപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിൽ തന്നെ ഇവർ മുഖ്യമന്ത്രിയുമായി പല പരിപാടികളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് കോടതിയുടെ ഇവർക്ക് കേസെടുക്കാനായുള്ള നിർദ്ദേശം വരികയും FIR ഇടുകയും ചെയ്തതിനു ശേഷവും ഇവർ പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു. ഇന്നാണ് ഇവർ അതായത് സൗത്ത് പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ട തീയതി ഇന്നാണ്. പക്ഷെ ഇന്നും എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. നിയമസഭ അടക്കം നടക്കുന്നത് കൊണ്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷ ചൂണ്ടിക്കാട്ടിയുമാണ് ഇവർ എത്താത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിയമസഭയും നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാൻ കഴിയില്ലാത്തതെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നും അവർ ഹാജരാവാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ച സംഭവമാണ് ഇത്. അറിയാലോ, 2 ചെറുപ്പക്കാരെ, അതായത് KSUവിന്റെ നേതാവ് തോമസിനെയും ഒപ്പം തന്നെ അജയ്, 2 പേർ മാത്രമാണ് പ്രതിഷേധവുമായി റോഡരികിൽ നിന്നിരുന്നത്. കനത്ത പ്രതിഷേധങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ നീങ്ങാത്ത ഈ ചെറുപ്പക്കാരെ അരൂർ SI സാബുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചു മാറ്റിയതിനു ശേഷമാണ് പിറകെ വന്ന വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി സാധാരണ വിരുദ്ധമായി ഈ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയും പാർട്ടിക്ക് വിധേയനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രവർത്തിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ മുഖ്യമന്ത്രിയെയും തിരുത്തും. ഒറ്റയാൾ തീരുമാനങ്ങളല്ല CPMൽ ഉണ്ടാകുന്നതെന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പൊതുവിലൊരു ധാരണ ഉള്ളത് മാഷ് അംഗീകരിക്കില്ലായിരിക്കും, മുഖ്യമന്ത്രിയാണ് പാർട്ടിയിലെയും സർക്കാരിലെ അവസാന വാക്ക്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അതേപടി ഏറ്റുപാടാനാണ് പാർട്ടി. അതൊക്കെ പാർട്ടിയെ പറ്റി മനസ്സിലാവാത്ത ആളുകൾ പറയുന്ന വിമർശനം മാത്രമാണ്. പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ആരും പ്രവർത്തിക്കുന്നത്, മുഖ്യമന്ത്രിയും. തിരുത്തൽ സർക്കാർ തെറ്റുപറ്റോ പാർട്ടി തിരുത്താൻ പറ്റുന്നുണ്ടോ? എന്താ സംശയം? എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി പോവുകയല്ലേ ചെയ്യുന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിയുമില്ല, ഗവൺമെൻറ്റുമില്ല, എല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒറ്റയാൾ തീരുമാനങ്ങളൊന്നും നടപ്പാവുന്ന പാർട്ടിയല്ലേ? ഒറ്റയാൾ തീരുമാനമൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനെ എത്രത്തോളം, ഇപ്പോൾ പാർട്ടി തീരുമാനം മുഴുവൻ ഗവൺമെൻറ് നടപ്പിലാക്കാനൊന്നും പറ്റില്ല. ഗവൺമെൻറ് വേറെ സംവിധാനമില്ലേ. CPMൽ തിരുത്തൽ പ്രക്രിയ നല്ലതുപോലെ നടക്കുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയിൽ വരാനിടയുള്ള ജീർണത തിരുത്തുമെന്നും തിരുത്തൽ ഒരു തുടർ പ്രക്രിയയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാഷ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ട് ആദ്യ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ഒരു ശരീരമായി കണ്ടുകൊണ്ട് മാഷിലെ പരാമർശം നടത്തിയിരുന്നു. സമൂഹത്തിൽ ദുഷിപ്പുകൾ പാർട്ടി ശരീരത്തെയും ബാധിക്കാം. അത് എപ്പോഴും എല്ലാ കാലത്തുള്ള ഒരു നിലപാടാണ് പാർട്ടിയുടെ. എത്രത്തോളം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്? നല്ലപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയില്ല പിന്നെ പാർട്ടി ഉണ്ടാവില്ലല്ലോ. മാഷ് എല്ലാ ജില്ലകളിലും പോയി യോഗങ്ങളിൽ പങ്കെടുത്തു, അവിടെ തിരുത്താൻ ആവശ്യപ്പെടുന്നു. എത്രത്തോളം ഒരു ഗുണം ചെയ്യും? അല്ല, എല്ലാ മേഖലയിലും നല്ല രീതിയിൽ തിരുത്തൽ പ്രക്രിയ നടക്കുന്നുണ്ട്. അതൊക്കെ ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു അജണ്ടയല്ല. ഞാൻ സെക്രട്ടറി ആയതുകൊണ്ടല്ല, ഞാൻ സെക്രട്ടറി ആയാലും അല്ലെങ്കിലും പാർട്ടിക്കകത്ത് പാർട്ടി ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള ഈ ജീർണമായ മുതലാളിത്ത സംസ്കാരവും മുതലാളിത്ത താല്പര്യവും എല്ലാം ഞങ്ങളുടെ സഹാക്കളിലും നമ്മുടെ സഹപ്രവർത്തകരിലൊക്കെ ഉണ്ടാവും. അതിനെ നല്ലതുപോലെ ഇടപെട്ടുകൊണ്ടാണ് തിരുത്തൽ സക്രിയമായിട്ട് പാർട്ടി തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ നിന്ന് മോചിപ്പിക്കാനാവുക. ഇതൊരു തുടർ പ്രക്രിയയാണ്. കഴിഞ്ഞ ദിവസം മാഷിന് പറയേണ്ടത് ഞാനാണ് പാർട്ടി എന്ന തെറ്റായ ബോധ്യമുള്ള ഒരുപാട് പേരുണ്ട്. അതൊക്കെ തിരുത്തും. അത് തിരുത്താൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ പറയുന്നത്, അല്ലാണ്ട് നിങ്ങൾക്ക് വാർത്തക്ക് വേണ്ടിയല്ലല്ലോ. പുതിയ ആളുകൾ, പുതിയ സഖാക്കൾ, SFI ആയാലും DYFI ഒക്കെ അവരും ഞങ്ങൾക്കും നന്നായിട്ട് ജീവിക്കട്ടെ, ഞങ്ങൾക്കും പണം വേണം എന്നൊരു ചിന്ത പൊതുവിൽ വരുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെയില്ല. മഹാഭൂരിപക്ഷവും ശരിയായ രാഷ്ട്രീയ സമീപനത്തോടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ചില ആളുകളുണ്ടാവും, അത് സമൂഹത്തിൻ്റെ തന്നെ ഒരു സ്വഭാവമായി കണ്ടാൽ മതി.
അതിനൊക്കെ തിരുത്തി പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. കേരളത്തിൽ തുടർ ഭരണം തുടരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തുടർ ഭരണത്തിൽ നിന്നുണ്ടാകാനിടയുള്ള തെറ്റായ പ്രവണതകളെയും തിരുത്തും. ബംഗാളും ത്രിപുരയും അനുഭവമാണെന്നും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും, തുടർ ഭരണത്തിൽ തുടർച്ച ഉണ്ടാകുമെന്നാണ് നേരത്തെ അവകാശപ്പെട്ടത്. ആ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? തുടർഭരണത്തിന് ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇവന് ആരെപ്പറ്റിയാണ് പറയേണ്ടത്? ഒരു വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ ഈ പ്രതിപക്ഷമോ? അവരെന്നെ എത്ര തട്ടാ? ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ എത്ര തട്ടാ? UDF എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ഭിന്നമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിലും. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ ജാഥ പുറപ്പെടുകയാണെന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞു സുധാകരൻ തന്നെ ജാഥ നയിക്കും. സുധാകരനും അതുപോലെ തന്നെ VD സതീശനും കൂടി ജാഥ നയിക്കുന്നു. എല്ലാ മണ്ഡലത്തിലും പോകുന്നു. എവിടെ പോകുന്നു ഞങ്ങൾ പറയുന്നത്? അപ്പോൾ സാധിക്കുന്നതല്ല. ജനങ്ങളെ അവർക്ക് ആ രീതിയിൽ സംഘടിപ്പിക്കാനാവില്ല. വികസന പ്രക്രിയയെ പൂർണ്ണമായും തള്ളി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ഫെഡറൽ സംവിധാനത്തിന് നേരെയും അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധത്തെയും അഡ്രസ്സ് ചെയ്യാതെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഞങ്ങളുടെ പാർട്ടിയല്ല ഞാൻ പറയുന്നത്, ഒരു പാർട്ടിക്കും പറ്റില്ല. ആ രാഷ്ട്രീയം കൃത്യമായിട്ട് അവർ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ ജനങ്ങൾ നഷ്ടപ്പെടും. അതിന് സംശയമുള്ളത് ഈ തുടർഭരണം ഒരു അപകടം കൂടെയല്ലേ? കാരണം CPM മുൻ അനുഭവങ്ങളുണ്ട് ബംഗാളിലും ത്രിപുരയിലും. അത് ഞങ്ങൾ തിരുത്തി ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ മതിയല്ലോ. അതും കൂടി അനുഭവം വെച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർഭരണത്തിൽ നിന്നുണ്ടാവാനിടയുള്ള തെറ്റായ പ്രവണതകളെ ഉൾപ്പെടെ ശരിയായ ദിശയിലേക്ക് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകാം. അതാണ് ഞങ്ങൾ കാണുന്നത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. വീണയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരെ കയറിയാൽ അതിനെ പ്രതിരോധിക്കുമെന്നും കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾ നിരന്തരം ഇവിടെ വന്നു പോവുകയായിരുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ്. തോമസ് ഐസക്, P രാജീവ്, AC മൊയ്തീൻ, മുഖ്യമന്ത്രിയുടെ മകൾ അടുത്ത മുഖ്യമന്ത്രിയിലേക്ക് എന്ന് പറയുന്നു. എങ്ങനെ? ഞങ്ങൾക്കൊരു ഭയമില്ല. ഞാനത് ആദ്യം വ്യക്തമാക്കിയതാണ്. ഇവരെന്തിനും പിന്നെ പോകും ഞങ്ങളില്ല. എല്ലാ EDയും വരും, അതുപോലെ തന്നെ CBIയും വരും. ഏതൊക്കെ വന്നാലും അതിനൊന്നും വഴങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ തെറ്റായ ഒരു നിലപാട് അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നില്ല. ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഏത് കേന്ദ്ര ഏജൻസി വന്നാലും കഴിഞ്ഞ പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം 5-8 ഏജൻസി വന്നല്ലോ. അന്ന് സ്വർണവും കടത്തും എന്തൊക്കെയായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഇവിടെ അതെല്ലാം പോയേ ഒന്നുമില്ല. അതെല്ലാം പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാനാവും. ഇപ്പോൾ എക്സാലോജിക്കാണ് ഏതായാലും അതിനൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. മകളാണ്. അതല്ല നേരത്തെ എത്ര കൊല്ലായി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പം നല്ല മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ജാഗ്രതയെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ മകളെ പോലെ ഇത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. ഈ CMR പോലുള്ള കമ്പനിയുമായിട്ടൊക്കെ CMR ഇപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട കരാർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ കാര്യങ്ങൾ നീങ്ങിയത്. ഇവിടെ അതിനേക്കാളൊക്കെ വലിയ ഒരു റെസീറ്റും ഇല്ലാണ്ട് കോടാനുകോടി രൂപ വാങ്ങിയിട്ടുള്ള വിവിധ മേഖലകളുണ്ടായിരുന്നു. ഞാൻ അത് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റയാൾ EDക്ക് യാതൊരു പ്രശ്നമില്ലാത്തത്. EDക്കും പ്രശ്നമില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന ബോർഡിനും പ്രശ്നമില്ല. ഇൻകം ടാക്സ് ബോർഡിൻ്റെയും കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. അതിൽ 70% കൃത്യമായ ഇളവ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് എന്തെങ്കിലും രേഖയുണ്ടായിരുന്നു? അവർ പറയട്ടെ, രേഖയുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. അതാ കാര്യം. വീണ കമ്പനി നടത്തുന്നതിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ പ്രശ്നം വീണയുടെ പേരും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മേലെ കയറാനാണ് നടക്കുന്ന ശ്രമം. അതിനെ പ്രതിരോധിക്കാൻ ചെയ്യും. മുഖ്യമന്ത്രിയല്ലേ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലല്ലേ മുഖ്യമന്ത്രിയുടെ മൈനസി പിന്നെന്തല്ല അതിൻ്റെ അകത്ത് ആ കേസിൽ. അതിനകത്ത് ആ പ്രയോഗങ്ങളിൽ നിന്ന് ഈ പ്രയോഗങ്ങളിൽ നിന്നെല്ലാം മുഖ്യമന്ത്രിയെ മൈനസ് ചെയ്യുക. പിന്നെന്താണുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടാകുമെന്നും ശ്രദ്ധയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ തക്ക സ്ഥാനാർത്ഥി ഉണ്ടാകും. കാരണം മുതിർന്ന നേതാക്കൾ മത്സരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിജയം മാത്രം ലക്ഷ്യമിട്ടു. വിജയം തന്നെയാണ് ലക്ഷ്യം. അല്ലാണ്ട് ഏത് തെരഞ്ഞെടുപ്പിലാണ് തോൽവി ലക്ഷ്യമിടുക? തോന്നില്ല. അങ്ങനെ ഒന്നും ഒരാളെ നിർത്തില്ല. ചില പൊതുസമ്മതരെയൊക്കെ നിർത്തി കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നിലനിർത്തില്ല. നമ്മൾ ഇപ്രാവശ്യം വളരെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ MLA-മാരും മുതിർന്ന നേതാക്കളൊക്കെ അതൊന്നും പറയാൻ സാധിക്കില്ല. അതൊന്നും ചർച്ച ചെയ്തില്ല. നമ്മൾ പല പേരുകൾ വരുന്നുണ്ട്. നിങ്ങൾ പല പേരും പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലേക്ക് വരാൻ ഞങ്ങളില്ല.
ഈ പൊതുസമ്മതരെയൊക്കെ അതുപോലെ പരീക്ഷിക്കുമോ ചില മണ്ഡലങ്ങളിലൊക്കെ? അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ആരൊക്കെയാണ് പരീക്ഷിക്കുക എന്ന് പറയാം. അങ്ങനെയുള്ള പൊതുസമ്മതരുണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷിക്കും. അത് പരീക്ഷണമല്ല, അതൊരു വളരെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ അവരെ നിർത്തുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അയോധ്യ വിഷയം കേരളത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന് എം.വി. ഗോവിന്ദൻ. മോദിയോടുള്ള ഭയമാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ കോൺഗ്രസിന് തുണയായതെന്നും ഇത്തവണ ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നമ്മോട് സംശയം പറഞ്ഞത് ഈ അയോധ്യ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ബി.ജെ.പിക്ക് വോട്ടായി മാറുമെന്നാണ്. അതിന് സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല എന്ന് മാത്രമല്ല, നല്ലതുപോലെ എതിരായിട്ട് വോട്ട് വരും കേരളത്തിൽ. ശബരിമല പോലെ അയോധ്യ ശബരിമലയൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമായിട്ട് പങ്കുവഹിച്ചിരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിരുന്നു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പ്രധാന ഘടകമൊന്നുമല്ല. അത് മോഡി ഭയം കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസിന് വല്ല സാധ്യതയും ഒന്നുമില്ലെങ്കിൽ ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം അല്ലെങ്കിൽ രണ്ടാമതൊരു ചോയ്സ് എന്ന രീതിയിൽ വിളിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അത് വരട്ടെ എന്നുള്ള നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ്റെ ഉൽപ്പന്നമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങൾ ഒരു സീറ്റ് മാത്രമായി പോയത്. ഇപ്പോഴും അവർ തന്നെ അതിനുശേഷം അവർ പറഞ്ഞു ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്, ഞങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ അതിനേക്കാളും മോശമായ രീതിയിലാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. അതല്ലേ അതിൻ്റെ പ്രശ്നം. അവർക്ക് ഭയം കൂടിയാൽ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇപ്പോൾ ഇടതുപക്ഷം ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമായ രീതിയിലുള്ള ആശയങ്ങളും അതുപോലെ തന്നെ ദാർശനിക നിലപാടുകളും ഉണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടല്ലോ. രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുമെന്നാണ് ഒരു രാജ്യം പറഞ്ഞിരുന്നത് ഉദ്ഘാടനത്തിന്. ഇടതുപക്ഷം ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോഴാണല്ലോ അവർക്ക് അതിൽ തന്നെ മാറ്റം വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ഇന്നും നല്ലൊരു സ്പേസ് ഇന്ത്യയിലുണ്ട്. ക്ഷേമ പെൻഷൻ മുടക്കത്തിൽ കേന്ദ്രത്തെ പഴിചാരി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കേന്ദ്ര സർക്കാരാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്. മുണ്ടു മുറുക്കി ഉടുത്ത് ഇടതുമുന്നണിക്കൊപ്പം ജനം നിൽക്കുമെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളിൽ പ്രതികാര ബുദ്ധി ഉണ്ടാകുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിന് ഭരണത്തുടർച്ച ലഭിക്കാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളായിരുന്നു. കരുതൽ ഉണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു. ആ കരുതലിൻ്റെ കരുത്ത് ചോരുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ കരുത്ത് ചോരൂല എന്ന് മാത്രമല്ല, നല്ല പ്രതികാരം രൂപപ്പെടുകയും ചെയ്യും. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ക്യാമ്പയിൻ അതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഡൽഹിയിലേക്കുള്ള യാത്ര. ഈ പറഞ്ഞാൽ മാത്രം മതി, പക്ഷെ കൊടുക്കണ്ടേ? കൊടുത്തില്ലെങ്കിൽ അതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയല്ല ജനങ്ങൾ കാണുക. ജനങ്ങൾക്ക് നല്ലപോലെ മുണ്ടും മുറുക്കി ഉടുത്തും രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ കാണാണ്ടിരിക്കണ്ട. കേവലമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും മാത്രമല്ല കേരളത്തിൽ. ഒരിടതുപക്ഷ മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട് കേരളത്തിൽ. അതേത് മനുഷ്യനായാലും. അപ്പോൾ അവർക്ക് നല്ലതുപോലെ തിരിച്ചറിയാനാവും. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടിനെ രാഷ്ട്രീയമായിട്ട് തുറന്നു കാണിക്കാനായാൽ അത്രത്തോളം പോലെ ഒന്നുമില്ല. മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് തന്നെ ആളുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. കാരണം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേരളം രൂപപ്പെടുത്താൻ നവകേരളത്തിന് വേണ്ടി. വിശദാംശങ്ങളുമായി വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുണ് എം.വി. ഗോവിന്ദൻ അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അത് പാർട്ടിക്കുള്ളിലെ നയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും അടക്കമുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എക്സാലോജിക് വിവാദവും ഈ ക്ഷേമ പെൻഷൻ മുടക്കത്തിൽ അടക്കം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന വെല്ലുവിളി, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതിനെ കുറിച്ചും ഒക്കെയുള്ള വിശദമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് സമഗ്രമായ വിശദാംശങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടക്കമുണ്ട്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് നേരത്തെ CPI നേതാക്കൾ പറഞ്ഞതാണ്. കേന്ദ്ര നയങ്ങളാണ് അത്തരത്തിൽ ഈ ക്ഷേമ പെൻഷൻ മുടക്കത്തിന് കാരണമെന്ന് CPI നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എം.വി. ഗോവിന്ദൻ കുറച്ചുകൂടി കടന്നു പറയുന്നത് മുണ്ടു മുറുക്കിയെടുത്തും ജനങ്ങൾ ഇടതു നിലപാടിനൊപ്പം നിൽക്കുമെന്നുള്ളത്. അതായത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പ്രതിസന്ധിയെ തുടരും എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കേന്ദ്ര നയങ്ങൾ കാരണം കേന്ദ്രം സഹായം നൽകാത്തതുകൊണ്ട് തന്നെ
ക്ഷേമപെൻഷൻ വിതരണം മുടക്കമുണ്ട്. അത് ജനങ്ങൾ സഹിക്കും. അങ്ങനെ സഹിക്കുന്നതിന് മാത്രമല്ല, അപ്പോൾ കേന്ദ്രത്തോട് ഒരു പ്രതികാര മനോഭാവം ജനങ്ങൾക്കുണ്ട് ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായാണ് ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കേന്ദ്രമാണ്. അത് നവകേരള സദസ്സിന്റെ യോഗങ്ങളിൽ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനിയും അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അങ്ങനെ കേന്ദ്ര സർക്കാരിന് ജനങ്ങളിൽ പ്രതികാര ബുദ്ധി ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രചരണ വിഷയങ്ങളൊന്ന് ഈ സാമ്പത്തികമായി സംസ്ഥാനത്തെ കേന്ദ്രം ദുർബലമാക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടതുമുന്നണി വാഗ്ദാനം ചെയ്ത ക്ഷേമ പെൻഷൻ അതേ രീതി നൽകാനാകാത്തതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. മുണ്ടുമുറുക്കി ഉടുത്തും ജനം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന പ്രതീക്ഷയാണ് CPM സംസ്ഥാന സെക്രട്ടറി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, അയോധ്യ ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, കേരളത്തിലും BJPക്ക് വോട്ടായി മാറുമെന്നുള്ളതാണ്. എന്നാൽ ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. അയോധ്യ BJPയെ കേരളത്തിൽ സഹായിക്കില്ല എന്ന് മാത്രമല്ല, വലിയ എതിർവികാരം അയോധ്യ സംസ്ഥാനത്ത് BJPക്കെതിരെ ഉണ്ടാക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഈ ഇത്തരത്തിൽ ഈ മോദി വിരുദ്ധ വികാരം, മോദിയോടുള്ള ഭയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് അനുകൂല സാഹചര്യം ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ ഭയം ഇരട്ടിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോൾ കോൺഗ്രസിനെ അല്ല അവർ അവിടെ ആശയമായി കാണുന്നത്, ഇടതുമുന്നണിക്കൊപ്പം ന്യൂനപക്ഷങ്ങൾ നിൽക്കുമെന്ന പ്രതീക്ഷയും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. കേരളത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അത് വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ തന്നെ CPM രംഗത്തിറക്കും. അതീവ ശ്രദ്ധയോടുകൂടിയാകും ഇത്തവണ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ CPM ഇടപെടുക എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് അദ്ദേഹം രൂക്ഷ വിമർശനം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളത് കൊണ്ടല്ല. മുഖ്യമന്ത്രിയെ കുറച്ചാൽ, മുഖ്യമന്ത്രിയെ മൈനസ് ചെയ്താൽ മകൾക്ക് അവിടെ പ്രസക്തിയില്ല. മകളുടെ പേര് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ കയറാൻ ആണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമം. അങ്ങനെ വന്നാൽ അതിനെ പ്രതിരോധിക്കും. കേന്ദ്ര ഏജൻസികൾക്ക് വഴങ്ങുന്ന സമീപനം CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല. പൂർണ്ണമായും രാഷ്ട്രീയമാണ് കേന്ദ്ര ഏജൻസികളിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. വീണ കമ്പനി നടത്തുന്ന CPMന് പ്രശ്നമില്ല. പക്ഷേ വീണയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരെ വന്നാൽ, നേരെ കയറിയാൽ അതിനെ പ്രതിരോധിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാകുമെന്ന അവകാശവാദം അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നതിന് കാരണമായി പറയുന്നത്, അല്ലെങ്കിൽ മറ്റാരിവിടെ ഭരിക്കും, ഇപ്പോഴത്തെ തമ്മിൽ തല്ലുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്ന പ്രതിപക്ഷത്തെയാണോ ജനങ്ങൾ തിരഞ്ഞെടുക്കുക? അതുകൊണ്ട് തന്നെ CPMന് തുടർഭരണം ഉണ്ടാകും, ഇടതുമുന്നണിക്ക് തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാകുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഉണ്ടായതുപോലുള്ള അപജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് ത്രിപുരയും ബംഗാളും പാഠമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തൽ പ്രക്രിയയിലൂടെയാണ് CPM കടന്നുപോകുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ശരി അരുൺ, തുടരുക. സഭയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ ഇന്ന് ആരംഭിക്കും. E. ചന്ദ്രശേഖരൻ നന്ദിപ്രമേയം അവതരിപ്പിക്കും. സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന വിഷയം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരും. നിയമസഭയ്ക്കുള്ളിൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നിൽക്കുന്നു.